വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾജിബ്രിക് ഫോം ഓഫ് ദ അർത്തമെറ്റിക് സീക്വൻസ് 7, 11, 15. ഓക്കെ, ഇതിലെ അർത്തമെറ്റിക് സീക്വൻസിലെ ഓൾജിബ്രിക് ഫോം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടെ ഒരു മിസ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് an+b എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. an എന്ന് പറയുന്നത് dn ആണ്, അതായത് കോമൺ ഡിഫറൻസ്. b എന്ന് പറയുന്നത് എന്താണ്? f - d ആണ്. ആദ്യ പദത്തിൽ നിന്ന് നമ്മൾ എന്താണ് കോമൺ ഡിഫറൻസ് കുറച്ചതാണ് അവിടെ എഴുതുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ നോക്കാം അല്ലെ. ആദ്യം തന്നെ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ നിന്നും എന്ത് ചെയ്താൽ മതി? അത് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ 11 - 7 എത്ര വരും? നമുക്ക് 4 ആണ് വരിക കേട്ടോ, ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ 3n + 4 എന്താണ് ആൻസർ വരുമോ? വരില്ല. 4n + 2 ആയിരിക്കും. ഒന്നില്ലെങ്കിൽ അതായിരിക്കും, ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. ഇനി ഈ ഒരു സംഖ്യകൾ ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? f - d ചെയ്താലാണ് അത് കിട്ടുക. അപ്പൊ നമുക്ക് ഓൾറെഡി കിട്ടി എന്താണ്. ഇനി നമ്മൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ f - d എന്ന് പറയുന്നത് എന്താണ്? ആദ്യ പദത്തിൽ നിന്നും ഇവിടെ ആദ്യ പദം ഏതാ? 7 ആണ്. 7 - 4 അല്ലേ. അപ്പൊ നമുക്ക് 7 - 4 ചെയ്യാം. അപ്പൊ എന്ത് വരും? 4n + 7 - 4 3 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 4n + 3. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? 4n + 3 ആണ്. ഓക്കെ.